എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് എത്തുന്ന സിയോൺ മിൻഹ ഭയങ്കര സങ്കടത്തിയിരിക്കുന്നത് കാണുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നാം എന്നെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് മിൻഹ പറയാണ്. നീ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ വിളിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്ന് സിയോൺ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്ന അവൾ, പക്ഷെ എനിക്ക് അവനോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാവകാശം പോലും അവൻ തന്നില്ല. ആക്ച്വലി ഞാൻ അവന് വേണ്ടിയല്ല ഇത്രയും കഷ്ടപ്പെട്ടത്, അതുപോലും അവൻ മനസ്സിലാക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായി അവൾ സങ്കടപ്പെടുന്നുണ്ട്. ഇതേ ടീം നാമിന് മ്യൂസിക് കമ്പോസ് ചെയ്യാനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണ്. അവന്റെ കയ്യിൽ ചില ട്യൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് നല്ലൊരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവൾ മ്യൂസിക് റിലേറ്റഡ് ആയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്ത് ഇവന് വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യായിരുന്നു. അതറിയാതെയാണ് അവൻ ഇവളെ എക്സിനെ കോൺടാക്ട് ചെയ്യുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവളെ ബ്രേക്കപ്പ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ നാമിനെ കാണാനായി മിൻഹയുടെ എക്സ് ബോയ് ഫ്രണ്ട് പോകുന്നത് നമുക്ക് കാണാം. അങ്ങനെ മ്യൂസിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ മാത്രമാണ് അവന് തനിക്ക് സംഭവിച്ച തെറ്റ് മനസ്സിലാകുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും തേയുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിന്റെ അച്ഛൻ ആത്മഹത്യയുടെ വക്കിലാണ്. ആൾക്കൊരു ചെറിയ സ്ഥാപനമുണ്ട്, അതാകെ പൂട്ടിക്കെട്ടി പോകേണ്ട അവസ്ഥയാണ്. കടമൊക്കെ കയറി അങ്ങനെ മരിക്കാനായി തീരുമാനിച്ച അയാളെ ഒരച്ഛൻ നഷ്ടപ്പെട്ട വേദന എന്താണെന്ന് അറിഞ്ഞു ജീവിക്കുന്ന തേ ഒരുവിധം ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. കൂടാതെ അയാളുടെ സ്ഥാപനം വിസിറ്റ് ചെയ്യുന്ന തേക്ക് അവിടെ ഒരു CCTV ക്യാമറ വളരെ വെറൈറ്റി ആയി തോന്നുന്നുണ്ട്. ആക്ച്വലി അത് അവരുടെ പ്രോഡക്റ്റ് ആണ്. കണ്ടാൽ ഒരു കുട്ടി റോബോട്ടിനെ കണക്കിരിക്കുന്ന, എന്നാൽ ഒരു CCTVയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും മനോഹരമായി ചെയ്യുന്ന ഒരു കുഞ്ഞ് റോബോട്ടിക് CCTV. അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആയി തോന്നുന്ന തേ അവന്റെ ടീംമേറ്റ്സുമായി ആലോചിച്ച് അത് എക്സ്പോർട്ട് ചെയ്യുന്ന കോൺട്രാക്ട് വെക്കാനായി തീരുമാനിക്കുന്നു. ഈ ഒരു സമയത്ത് ഇതുപോലെ ഒരു കോൺട്രാക്ട് കമ്പനിക്ക് കിട്ടുന്നത് വലിയൊരു സഹായമാണ് എന്ന ഒരു രീതിക്ക് ആ സ്റ്റാഫിന്റെ അച്ഛനും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ അവരതിന് വേണ്ട കോൺട്രാക്റ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനിരിക്കുന്ന ടീമാണ് ഇവരുടെ ഓഫീസിലേക്ക് ഹ്യുൻജുൻ അതിക്രമിച്ചു വരുന്നത്. ആക്ച്വലി അതിക്രമിച്ചെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര അധികാരത്തിലാണ് വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു പ്രോമിസറി നോട്ട് പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ CEO സ്ഥാനം തേ ഒഴിയണമല്ലോ. അപ്പൊ ആ രീതിക്ക് അവൻ തേയെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന ലക്ഷ്യത്തിൽ വന്നിരിക്കുകയാണ്. തേക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. തേ ഹ്യുൻജുനോട് നീ എന്തേ കാണിക്കുന്നത്? നിന്റെ അച്ഛൻ എന്റെ അച്ഛനാ കാശ് തിരിച്ചു കൊടുക്കാനുള്ളത്, അത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതറിയാം, പക്ഷെ അതിന് നിന്റെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ പ്രൂവ് ചെയ്യാനേ. മറിച്ച് ആ ഒരു പ്രോമിസറി നോട്ട് നീ കണ്ടുപിടിച്ച് തന്നില്ലെങ്കിൽ നീ CEO സ്ഥാനം ഒഴിയണം എന്നത് പ്രൂവ് ചെയ്യാനേ എന്റെ കയ്യിലതേ ഈ തെളിവുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോ, അതാ നിനക്ക് നല്ലത്. വലിയ പ്രശ്നം ഉണ്ടാക്കാതെ നീ പോയി കഴിഞ്ഞാൽ നിന്റെ കൂടെ ഉള്ളവരെ ഞാൻ ഇവിടെ തന്നെ നിർത്താം, അല്ലെങ്കിൽ ഞാൻ അവരെയും പുറത്താക്കുന്നു. ഹ്യുൻജുൻ പറയുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന്റെ ആ ഒരു സൈൻ ചെയ്യുന്നതിന് മുന്നേ തേ അവൻ ഇപ്പൊ കമ്പനിയുടെ CEO ആയിട്ടിരിക്കുന്ന ആ ഒരു പവർ ഉപയോഗിച്ച് ആ സ്റ്റാഫിന്റെ അച്ഛന്റെ കമ്പനിയുടെ ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവൻ ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള സമ്മതം അറിയിക്കുന്നത്. അവൻ ഇങ്ങനെ CEO ആയിട്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു ഡീലിൽ ഒപ്പുവെച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഡീലിനോട് ഒട്ടും താല്പര്യം ഇല്ലെങ്കിലും ഹ്യുൻജുൻ ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതായത് അവൻ വേണ്ടാന്ന് വെച്ചാൽ പോലും അവൻ ഈ ഒരു കമ്പനി സൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കോൺട്രാക്ട് പ്രകാരം ആ റോബോട്ടിക് CCTVയുടെ കോൺട്രാക്റ്റിൽ നിന്ന് മാറാൻ സാധിക്കില്ല. അങ്ങനെ താൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ പോലും തന്റെ ചുറ്റിനുള്ളവർക്ക് നല്ലത് വരണം എന്ന രീതിക്കാണ് തേ അപ്പോഴും പെരുമാറുന്നത്. അങ്ങനെ തേ അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോൾ ബാക്കി സ്റ്റാഫ്സിനൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ ഇവിടെ വിട്ട് പോയാൽ ഈ കമ്പനി എന്നേക്കുമായി നഷ്ടപ്പെടും എന്ന കാര്യം കൊണ്ട് സിയോൺ അവിടെ തന്നെ നിന്ന് തേക്ക് വേണ്ടി ഈ കമ്പനി തിരിച്ചു പിടിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് നാം മിൻഹയെ കാണുന്നുണ്ട്. നാം ആകട്ടെ അവളുടെ കയ്യിൽ ആ ടീം അവന് ഓഡിഷന് ചെല്ലാനായി കൊടുത്തിരിക്കുന്ന വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് നിന്റെ എക്സിന്റെ സഹായത്തിൽ എനിക്ക് എങ്ങനെ രക്ഷപ്പെടണ്ട, ഞാൻ അത്ര ഗതികെട്ടവനല്ല എന്ന് പറയുമ്പോൾ നീ ആ രീതിയിലാണോ ഇതിനെ കാണുന്നത്? നിനക്കൊരു ഹെൽപ്പ് ചെയ്യാ എന്ന് മാത്രമേ ഞാൻ ഇത് വെച്ച് കരുതിയുള്ളൂ, എന്നിട്ട് നീ ഇങ്ങനെ ഈഗോ കാണിച്ചിപ്പോ ഈ ഒരു സമയത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനോട് പിണങ്ങി പോകുന്നു. അപ്പോഴേക്കും തേയും സിയോണും കണ്ടുമുട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കി തേ തിരിച്ച് കമ്പനിയിലെ CEO ആയി എത്തണം എന്ന ആ ഒരു കാര്യം സിയോൺ പറയുമ്പോൾ ഞാനും അതിനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ആ കമ്പനി അങ്ങനെ ഹ്യുൻജുനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ സമയത്ത് ഗ്ലൗസ് കിട്ടുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നുകൊണ്ട് എനിക്ക് അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്തായാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് അവനും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അങ്ങനെ തേയുടെ കമ്പനിയുടെ CEO ആയിരിക്കുന്ന ഹ്യുൻജുനെ കൊണ്ട് അവിടെയുള്ള തേയുടെ സ്റ്റാഫ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അവൻ ചുമ്മാ അവരെ ഏതാണ്ട് അവന്റെ അടിമ കണക്കാണ് ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും ചെയ്യണം. എന്താണ് ഹ്യുൻജുന്റെ കമ്പനിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഹ്യുൻജുൻ എന്തൊക്കെയോ ഉടായ്പ് കാണിക്കുന്നുണ്ട്. എവിടെയായിരിക്കും ഞങ്ങളുടെ പ്രോമിസറി നോട്ട്? അതെന്തായാലും ഇവിടെ ഇല്ല. അപ്പൊ ഇനി ഇവര് തന്നെ മാറ്റി വെച്ചിട്ട് തങ്ങളെ ട്രാപ്പിലാക്കുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് തോന്നുന്ന തേ അങ്ങനെ തന്റെ സ്റ്റാഫ്സിനോട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ഹ്യുൻജുന്റെ കമ്പനിയിൽ നിന്ന് എല്ലാവരും പോയ ശേഷം അതവിടെ അന്വേഷിക്കാൻ പോകണമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത് മാറിയിരുന്ന് അവരുടെ ആ ഒരു സ്റ്റാഫ് ആയിരുന്ന ലേഡിയില്ലേ, പിന്നീട് അവർ ഹ്യുൻജുന്റെ അച്ഛന് വേണ്ടി ഇവിടെ സ്പൈ വർക്ക് ചെയ്തു എന്ന രീതിക്ക് ഇവർ പിടിച്ച് ഇപ്പൊ അവർ ഇവിടെ ജോലിക്ക് വരുന്നില്ലല്ലോ. ആ ലേഡി കേൾക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അന്ന് രാത്രി പ്ലാൻ ചെയ്ത പ്രകാരം ഇവർ അവിടേക്ക് പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ഇതേ ലേഡി ആക്ച്വലി ഇവരെ സഹായിക്കണം, താൻ ചെയ്തത് തെറ്റാണ്, എന്ത് കാശില്ല എന്ന ഒരു അവസ്ഥയുടെ പുറത്താണെങ്കിലും ഈ ഒരു കമ്പനിയുടെ മുന്നിൽ താൻ ചെയ്തത് തെറ്റാണ്, ഇവരോട് താൻ ചെയ്തത് തെറ്റാണെന്ന കുറ്റബോധത്തിൽ ഇവരെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യണമെന്ന രീതിക്ക് അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ പരിശോധനയ്ക്ക് കയറിയ കാര്യം അവിടുത്തെ സെക്യൂരിറ്റികൾ അറിയുകയും അവർ പിടിക്കാനേ വരികയും ചെയ്യുന്നത്. അവരുടെ കയ്യിൽ പെടാതെ തന്ത്രപരമായി ഇവർ രക്ഷപ്പെടുമ്പോഴേക്കും തേ അവന്റെ കയ്യിൽ ഒരു സാധനം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹ്യുൻജുന്റെ അച്ഛന്റെ ഓഫീസ് മുറി പരിശോധിച്ചപ്പോൾ അവന്റെ അച്ഛന്റെ, അതായത് തേയുടെ അച്ഛന്റെ നെയിം പ്ലേറ്റ് അവിടെ ഇരിക്കുന്നത് തേ കണ്ടു. എന്താ എന്റെ അച്ഛന്റെ നെയിം പ്ലേറ്റിന് ഇവിടെ കാര്യം എന്ന മട്ടില് അവൻ അത് കയ്യിലെടുത്തുകൊണ്ട് ഓടുകയാണ്.
ഹാപ്പിയായിരുന്നു. അങ്ങനെ ഇപ്പോ അവരുടെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തില് ഇവിടെ അങ്ങനെ വന്നിരിക്കുന്ന സമയം ആ നെയിം പ്ലേറ്റ് അവന്റെ കയ്യിൽ നിന്ന് വീഴുകയും അത് പൊട്ടി 2 പീസാവുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു പേപ്പർ കിട്ടുകയും ചെയ്യുന്നു. തുടർന്ന് ആ പേപ്പർ പരിശോധിക്കുമ്പോഴാണ് ഇതാണ് ഇവർ ഇത്രയും നാൾ തേടി നടന്ന ആ ഒരു പ്രോമിസറി നോട്ട് എന്ന കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു പ്രോമിസറി നോട്ട് പ്രകാരം ഒരു വലിയ തുക ഹ്യുൻജിന്റെ അച്ഛൻ തേയുടെ അച്ഛന് കൊടുക്കാനുണ്ടെന്നത് മാത്രമായിരുന്നില്ല, ഹ്യുൻജിന്റെ അച്ഛന്റെ കമ്പനിയുടെ ഒരു 30% ഷെയർസ് തേയുടെ അച്ഛന് കൊടുക്കാമെന്ന ഒരു എഗ്രിമെന്റും അതിലുണ്ടായിരുന്നു. ഇതിപ്പോ കണ്ട് തേ ആകെപ്പാടെ സർപ്രൈസ്ഡ് ആയി പോകുന്നുണ്ട്. കാരണം ഇതിവനിപ്പോ കിട്ടുക എന്നത് വളരെ അത്യാവശ്യമാണ്. ഹ്യുൻജിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് തന്റെ സിഇഒ പദവി സ്വന്തമാക്കാനും തന്റെ കമ്പനി നേരെ നടത്താനുമായി. അതിനിപ്പോ ഒരു ബോണസ് എന്ന രീതിയിലാണ് ഈ ഷെയറിന്റെ കാര്യം കൂടി ഇതിലൂടെ തേ മനസ്സിലാക്കുന്നത്. എന്തായാലും തേയും കൂടെയുള്ളവരും വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്ന ടീമാണ് ആ ലേഡി. തേയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ മനസ്സിൽ കുറ്റബോധം തോന്നിയത് കൊണ്ടാണല്ലോ ഇപ്പൊ കമ്പനിയിലേക്ക് അവരുടേതായ റിസ്ക് എടുത്ത് പോയത്. ആക്ച്വലി അവരും വെറും കൈയോടെ ആയിരുന്നില്ല വന്നത്, അവർക്ക് ഒരു ഫയൽ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഡോക്യുമെന്റ് പരിശോധിക്കുന്ന ടീം തേയുടെ പല സംശയങ്ങൾക്കുള്ള ഉത്തരം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് കടം കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച തേയുടെ ഒരു സ്റ്റാഫിന്റെ അച്ഛനിലെ ആളുടെ കമ്പനി ലേലത്തിന് ആളത് പണയപ്പെടുത്തിയ ബാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാനായുള്ള താല്പര്യം ഹ്യുൻജുൻ അറിയിച്ചിരുന്നു. ഹ്യുൻജുന്റെ കൂടെ മറ്റൊരു ഫോറിൻ ഇൻവെസ്റ്ററും കൂടിയാണ് ആ ഒരു കമ്പനിയൊക്കെ നോക്കി കാണാനായി വന്നത്. കമ്പനി ലേലത്തിന് പോകാതിരിക്കാനായി അത്യാവശ്യം കാശ് സംഘടിപ്പിച്ച് അടയ്ക്കാനായി തേ ശ്രമം നടത്തിയിരുന്നെങ്കിലും ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ടൈം ഔട്ട് ആയെന്ന് പറഞ്ഞ തേയ്ക്ക് ആ ഒരു കാശ് അടയ്ക്കാനായി സാധിച്ചിരുന്നില്ല. എന്തായാലും ഈ ഫോറിൻ ഇൻവെസ്റ്റർ അന്ന് ഹ്യുൻജുന്റെ അച്ഛനെ അന്വേഷിച്ച് പ്രോമിസറി നോട്ടിന്റെ കാര്യത്തിന് തേ ആളുടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെ ഹ്യുൻജുന്റെ കൂടെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫയല് പരിശോധിക്കുമ്പോൾ ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് വേണ്ടി ഒരു മീഡിയ പ്ലെയർ ഈ മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിനെ പറ്റി തേയ്ക്ക് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആ ഒരു മീഡിയ പ്ലെയർ ഭയങ്കര പെട്ടെന്ന് ഹീറ്റ് ആവുന്നത് കൊണ്ട് തന്നെ മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റാഫിന്റെ അച്ഛൻ ഒരു കൂളിംഗ് ഫാൻ അവരുടെ ഫാക്ടറിയുടെ ബിഹാഫിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കി ആ ഒരു കൂളിംഗ് ഫാൻ ഈ മീഡിയ പ്ലെയർ അത് പോർട്ടബിൾ ആയ ഈ ഒരു മീഡിയ പ്ലെയറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീറ്റ് ആവുന്ന ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്ന ഒരു കാര്യം കൊണ്ടാണ് ഇവർ ആ ഒരു കമ്പനി ഇപ്പോൾ കയ്യേറാനായി ശ്രമിക്കുന്നത് എന്ന കാര്യം തേക്ക് മനസ്സിലാവുന്നുണ്ട്. നേരെ ചൊവ്വേ എന്ന രീതിക്ക് ആ ഒരു കൂളിംഗ് ഫാൻ വാങ്ങാനോ അല്ലെങ്കിൽ തയ്യാറാക്കാനോ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൈസ ചെലവാണ്. പക്ഷെ ഈ ജപ്തിയാകാൻ പോകുന്ന കമ്പനി മേടിച്ചു കഴിഞ്ഞാൽ ചുള്ളു വിലയിൽ ആ ഒരു കൂളിംഗ് ഫാൻ ഇവരുടെ ആവശ്യത്തിന് കിട്ടുമല്ലോ. കൂടാതെ ഈ ഒരു കാര്യം ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് കൂട്ടുനിന്ന് ചെയ്തു കൊടുത്താൽ വലിയൊരു തുക തേക്ക് ലഭിക്കും. അങ്ങനെ ആ ഒരു കാശ് കൊണ്ട് തേ അവന്റെ ബിസിനസ് ഇനിയും വിപുലീകരിക്കാനും കപ്പലും മറ്റും വാങ്ങാനും ഒക്കെ പ്ലാൻ ഉണ്ടെന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിനു വേണ്ടി ആ ഒരു ഫാക്ടറി നേടാനായി നോക്കുന്ന ഹ്യുൻജുന്റെ പദ്ധതികൾ പൊളിക്കണം. അവൻ ഒരിക്കലും ആ ഫാക്ടറി വാങ്ങരുത്. ആക്ച്വലി അവിടെയുള്ള കൂളിംഗ് ഫാൻസ് ലക്ഷ്യം വെച്ചാണല്ലോ അവരത് വാങ്ങാനായി ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കൂളിംഗ് ഫാൻസ് അവർക്ക് കിട്ടാത്ത രീതിയിൽ അവിടെ നിന്ന് മാറ്റണമെന്ന് തേ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ അത് പ്രകാരം ആ ഒരു കമ്പനി ലേലത്തിന് തീർച്ചയായും വെക്കും. കാരണം സമയത്ത് കാശ് അടയ്ക്കാനായി ബാങ്കിൽ ഇവർക്ക് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് ലേലത്തിൽ വെക്കുമ്പോൾ ഒരിക്കലും ഹ്യുൻജുൻ കൊണ്ടുവരുന്ന ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അത് വാങ്ങാതെ തങ്ങൾക്ക് തന്നെ കിട്ടണം എന്ന കാര്യം പ്ലാൻ ചെയ്യുന്നതേ. ഒപ്പം തന്നെ ആ ഒരു കൂളിംഗ് ഫാനും അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. തുടർന്ന് ലേലം വിളിക്കേണ്ട ഒരു സമയമാകുമ്പോഴേക്കും അവിടെ എത്തുമ്പോൾ ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഓൾറെഡി അവിടെ ഹ്യുൻജുനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഹ്യുൻജുന്റെ വരവ് കുറച്ച് ലേറ്റ് ആക്കാനായി ഇവർക്ക് പരിചയമുള്ള സെക്യൂരിറ്റിയെ കൊണ്ട് അവന്റെ കാർ വരുമ്പോൾ ഒന്ന് ബ്ലോക്ക് ചെയ്യിപ്പിക്കാനായി സാധിക്കുന്നതേ. ആ ഒരു ഗ്യാപ്പിന് ആ ഫോറിൻ ഇൻവെസ്റ്ററിന്റെ അടുത്ത് ആ കൂളിംഗ് ഫാനിന് വേണ്ടിയാണ് നിങ്ങൾ ആ ഫാക്ടറി വാങ്ങുന്നതെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് എന്നോ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അത് കണ്ടിട്ട് ഫാക്ടറി വാങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു ലേലത്തിൽ വിജയിക്കാനായി തേക്ക് സാധിക്കുന്നു. ഹ്യുൻജുൻ ആകെപ്പാടെ ഭയങ്കര നിരാശയിലാവുന്നുണ്ട്. കാരണം ഈ ഒരു ലേലം അവർക്ക് നേടാനും സാധിച്ചില്ല. കൂളിംഗ് ഫാൻ ഇല്ലാത്തതുകൊണ്ട് ആ ഫോറിൻ ഇൻവെസ്റ്റർ ഇപ്പോൾ ഹ്യുൻജുനുമായി ഇവിടെ പ്ലാൻ ചെയ്തിരുന്ന ഡീലൊന്നും ചെയ്യാനും തയ്യാറല്ല. അയാൾ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും അവൻ ആകെപ്പാടെ വീണ്ടും തേയോട് കളിപ്പാവുന്നുണ്ട്. തേ ഇടയിൽ കയറി കളിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഈ ഫോറിൻ ഇൻവെസ്റ്ററിന്റെ കൂടെ നിന്ന് ചെയ്ത ഡീലിംഗ്സിനുള്ള ഫലമായി അയാൾ ഇവർക്ക് കൊടുക്കുന്ന കാശുകൊണ്ട് കപ്പലും മറ്റും വാങ്ങാമെന്നതായിരുന്നു ഹ്യുൻജുന്റെ പ്ലാൻ. അതിനായി ഓൾറെഡി ഇതൊക്കെ ഒരു പ്രശ്നമില്ലാതെ നടക്കുമെന്ന് കരുതി അഡ്വാൻസ് ഒക്കെ പേയും ചെയ്തിരുന്നു. കയ്യിലുണ്ടായിരുന്ന കാശെടുത്താണ് അഡ്വാൻസ് പേയ്മെന്റ് ഷിപ്പിന് വേണ്ടി അടച്ചത്. പക്ഷെ ഇപ്പൊ ആ ഒരു ഡീല് നടക്കാതെ പോയതുകൊണ്ട് ഇനി ഷിപ്പ് ഡെലിവർ ആകുമ്പോൾ കൊടുക്കാൻ ഇവരുടെ തീരെ കാശില്ല. ആ ഒരു കോൺട്രാക്ട് വേണ്ടാന്ന് വെച്ചാലും കമ്പനി വലിയൊരു തുക നഷ്ടപരിഹാരം ഇവരോട് ആവശ്യപ്പെടും. അങ്ങനെ ആകെപ്പാടെ ഹ്യുൻജുൻ പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ എങ്ങനെയും വാങ്ങിക്കണം. കപ്പലിന്റെ ഓർഡർ ക്യാൻസൽ ചെയ്താൽ വലിയ നഷ്ടം തന്നെ സംഭവിക്കും. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്ത് എങ്ങനെയും കാശ് സംഘടിപ്പിച്ച് കപ്പൽ വാങ്ങണമെന്ന് തന്നെ തീരുമാനിക്കുന്നവൻ പക്ഷെ കാശ് എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ടൈഫോൺ കമ്പനി ഇപ്പൊ എന്റെ കയ്യിലല്ലേ, ആ കമ്പനി വിറ്റ് കാശ് ഞാൻ ഉണ്ടാക്കും. തേക്ക് ആ കമ്പനി ഞാൻ കൊടുക്കില്ലെന്നില്ല ഹ്യുൻജുൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രോമിസറി നോട്ട് തേക്ക് കിട്ടിയിട്ടില്ല എന്ന ഒരു കാര്യം പറഞ്ഞ് തേയെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുകയാണല്ലോ ഹ്യുൻജുൻ. ഇതുവരെ ആ ഒരു പ്രോമിസറി നോട്ട് തിരിച്ചു കിട്ടിയ സൂചന പോലും തേ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ആ രീതിക്ക് പ്ലാൻ ചെയ്യാണ്. എന്തായാലും ഹ്യുൻജുൻ ആകട്ടെ തേയുടെ കമ്പനി അവന്റേതാണെന്ന് അധികാരത്തിൽ അവിടെ പോയി ചില ഷോ ഇറക്കുമ്പോഴേക്കും തേ അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഭ്രാന്തനെ കണക്ക് നീ എന്റെ മുന്നിൽ ജയിക്കാന്ന് വിചാരിക്കേണ്ട, നിന്നെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വയലന്റ് ആയി ഹ്യുൻജുൻ പെരുമാറുമ്പോൾ നീ എന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, നീ എന്നെ എന്തിനാ ജയിക്കണമെന്ന് വിചാരിക്കുന്നത്, നീ അങ്ങനെ വിചാരിക്കാൻ മാത്രം ഞാൻ വലിയ ആളെ അല്ലെന്നല്ല തേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഹ്യുൻജുൻ എവിടെ കേൾക്കുന്നു. ഹ്യുൻജുൻ ആകട്ടെ പിന്നീട് കപ്പൽ വാങ്ങുന്ന കാര്യങ്ങൾക്കായി അവരുടെ ചില
ചില പ്രോപ്പർട്ടീസ് വിൽക്കാനായി തീരുമാനിക്കുന്നുണ്ട്. അതിനായി അവന്റെ അച്ഛന്റെ ഫിംഗർ പ്രിന്റ് ഒക്കെ ചില ഡോക്യുമെന്റിൽ പതിപ്പിക്കാനായി അവൻ പോകുന്നുണ്ട്. ഈ കപ്പൽ വാങ്ങാൻ വേണ്ടി പ്രോപ്പർട്ടീസ് വിൽക്കാൻ പോകുന്നതെന്ന് അച്ഛൻ ആകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ അച്ഛന്റെ ഫിംഗർ പ്രിന്റും പതിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇതേ ടീം അവൻ ഇങ്ങനെ അച്ഛനെ ഒരു കണ്ടെയ്നറിലാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന കാര്യം തേ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അവിടെ ആകട്ടെ സ്റ്റാഫ്സ് ഒരു കണ്ടെയ്നർ ഷിപ്പ് ചെയ്യേണ്ട ഒരു ടീം അബദ്ധത്തിൽ കണ്ടെയ്നർ മാറി ഹ്യുഞ്ചിന്റെ അച്ഛനെ കിടത്തിയിരുന്ന കണ്ടെയ്നർ എടുക്കുന്നുണ്ട്. എന്തായാലും അയാൾക്ക് അതേ കിടന്നുണ്ടെങ്കിൽ അപകടം സംഭവിക്കും മുന്നേ അങ്ങോട്ടേക്ക് എത്തുന്ന തേ ഈ കാര്യമൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അയാളെ രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് ഹ്യുഞ്ചിന്റെ അച്ഛനോടിരുന്ന് സംസാരിക്കുന്ന ടീം അവൻ ആ ഒരു പ്രോമിസറി നോട്ടൊക്കെ അയാൾക്ക് നൽകാണ്. അതിനുശേഷം ഒരു കാര്യവും ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയ ശേഷം നിങ്ങളുടെ കമ്പനി വളരെ നന്നായി വളർന്ന് വലിയ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവല്ലായിരുന്നു. പിന്നെ എന്തിനാ ടീം ആ കാശ് തിരിച്ചു കൊടുക്കാതെ ഇങ്ങനെ നടന്നതെന്ന് ആ ടീം അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. നീ പറഞ്ഞാൽ ശരിയാ, നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല പ്രോഫിറ്റ് അപ്പോൾ കിട്ടിയിരുന്നു. പക്ഷെ എന്തോ എനിക്ക് കാശൊക്കെ കൈ കിട്ടി തുടങ്ങിയപ്പോൾ ആ കടമൊന്നും വീട്ടാനേ ഇപ്പോൾ തോന്നിയിരുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് പോയാൽ എനിക്കുള്ള ഗുഡ് ലക്ക് പോവോ, നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു കാശിന്റെ ഐശ്വര്യത്തിൽ എൻ്റെ ബിസിനസ് പച്ച പിടിച്ചത് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചില വിശ്വാസങ്ങൾ എന്നെ കയറി കൂടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ ചെയ്യാതിരുന്നതെന്ന് അയാൾ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പ്രോമിസറി നോട്ട് തന്നല്ലോ, ഞാൻ ആ ഡേറ്റ് തന്നെ നിങ്ങൾക്ക് തിരിച്ചു തന്നു. അതുകൊണ്ട് എന്റെ കമ്പനിയിൽ എന്റെ സിഇഒ സ്ഥാനം എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് എഴുതി തരണം. പിന്നെ എത്രയും പെട്ടെന്ന് ആ ഹ്യുഞ്ചുൻ നിങ്ങളുടെ കമ്പനി നശിപ്പിക്കുന്നതിന് മുന്നേ അതിന്റെ കാര്യങ്ങളും പോയി നോക്കെന്നും പറയുന്നുണ്ട്. കാരണം തേ ഇപ്പോൾ മുൻകൈ എടുത്ത് ഹ്യുഞ്ചുന്റെ ഈ അച്ഛനെ റിലീസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടാനും പോകുന്നില്ല. ഹ്യുഞ്ചുൻ കമ്പനി അവന്റെ തോന്നിവാസം കാണിച്ച് നശിപ്പിച്ചെടുക്കുകയും ചെയ്യും. എന്തായാലും അയാൾ അപ്പോഴും അവനോട് ഒരു നന്ദിയോ ഒന്നും പറയാതെ അവനോട് ജീവൻ രക്ഷപ്പെടുത്തിയതിന് ഒരു കടപ്പാട് പോലും കാണിക്കാതെ ഭയങ്കര റൂഡായി തന്നെ സംസാരിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. എന്തായാലും അന്ന് ഹ്യുഞ്ചിൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ ക്യാബിനിൽ അവന്റെ അച്ഛനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അച്ഛൻ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അവൻ വളരെ പാവത്തെ കണക്ക് അച്ഛനോട് സംസാരിക്കുമ്പോൾ അയാളും അവൻ ഇത്രയും ചെയ്ത തെറ്റൊക്കെ മറന്ന് അവനെ ചേർത്ത് നിർത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ നന്നാക്കണമെന്നാണ് അയാളുടെ ലക്ഷ്യം. എന്തായാലും അപ്പോഴേക്കും കമ്പനിയിൽ സിഇഒ ആയി തന്നെ തിരിച്ച് തേ എത്തുമ്പോൾ എല്ലാവരും ഒരുപാട് ഹാപ്പി ആവുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി സോൾവ് ആയി വരുമ്പോഴേക്കും ഇപ്പോൾ പിണങ്ങിയിരിക്കുന്ന മിൻഹയെ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ പബ്ലിക്കായി തന്നെ അവൾക്ക് വേണ്ടി പാട്ടുപാടിയും പബ്ലിക്കായി അവളെ പ്രപ്പോസ് ചെയ്തും നാം അങ്ങനെ പിണക്കം മാറ്റിയെടുത്ത് അവർ വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടാവാനുള്ള ഗ്യാപ്പ് കൊടുക്കാതെ അവർ വിവാഹിതരാവുന്നുണ്ട്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഓഫീസിലുള്ള എല്ലാവരും തേയും സിയോണും ഡേറ്റിംഗിലാണെന്ന കാര്യം അറിയുന്നു. അവരും ഒരുപാട് ഹാപ്പി. എന്തായാലും അന്ന് സ്റ്റാഫൊക്കെ പോയി കഴിഞ്ഞ കമ്പനിയിൽ തേയും സിയോണും ഒത്തുകൂടുന്നുണ്ട്. രണ്ടുപേരും സർപ്രൈസ് ആയി പരസ്പരം ഗിഫ്റ്റ് കൈമാറുന്നുണ്ട്. ഇന്ന് ഗിഫ്റ്റ് ഇങ്ങനെ കൈമാറാന്ന് പ്ലാൻ ചെയ്തിട്ടല്ല, പക്ഷെ എന്തോ രണ്ടുപേരും സർപ്രൈസ് ആയി കൊടുക്കാൻ വന്നതാണ്. പക്ഷെ കൊടുക്കാൻ വന്നപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിയോൺ തേക്ക് കൊടുക്കുന്നത് കുറച്ച് പൂക്കളുടെ വിത്തുകളാണ്. അവന് പൂക്കളെ വളർത്താനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു കമ്പനിയുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച ശേഷം അതിലൊന്നും അവന് സാധിച്ചിട്ടില്ല. ഇനി അതൊക്കെ നോക്കണം എന്ന രീതിക്കാണ് സിയോൺ അത് നൽകുന്നത്. അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. വലിയൊരു ഗാർഡൻ സമ്മാനിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള കാശില്ലാത്തോണ്ടാ ഈ സീഡ്സിൽ ഒതുക്കിയത് എന്നിങ്ങനെ അവള് പറയുമ്പോൾ എനിക്ക് പൂക്കളെ വളർത്താനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആ പൂക്കളെക്കാൾ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്റെ ഓഫീസിലെ പൂക്കളാണ്. എന്റെ ഏറ്റവും മോശം സമയത്തും എന്റെ കൂടെ നിന്ന് എന്റെ ഓഫീസിലെ സ്റ്റാഫ്സ് ആണ് എന്റെ പൂക്കളെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. മറിച്ച് സിയോണിന് തേ ആകട്ടെ കോളേജ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. കൂടാതെ അവളോട് അവൾക്ക് എൻട്രൻസിന് പഠിക്കാനായി എത്രത്തോളം ആഗ്രഹമുണ്ട് എന്ന് അവൻ അറിയാമെന്നും അങ്ങനെ കോളേജിൽ പോയി പഠിക്കണം, അവളുടെ ഡ്രീംസ് അവൾ അച്ചീവ് ചെയ്യണമെന്നും അവൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ ആ ആഗ്രഹത്തെക്കാൾ വലുതായിരുന്നു ഒരു ട്രേഡിംഗ് സ്റ്റാഫ് ആകണം എന്ന എന്റെ ആഗ്രഹം. ഇവിടെ ഒരു പ്യൂണായി നിന്നിരുന്ന ഞാനിപ്പോൾ ഇവിടുത്തെ നല്ലൊരു ട്രേഡിംഗ് സ്റ്റാഫ് അല്ലേ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണെന്ന് അവളും പറയുന്നു. അത് കേൾക്കുന്ന അവനും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും അവരങ്ങനെ അവിടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ തേ വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ അവന്റെ അച്ഛന്റെ കമ്പനി ഇപ്പൊ ഏറ്റവും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തേക്ക് സാധിക്കുന്നു. അവനത് സാധിക്കാൻ ഏറ്റവും വലിയൊരു കാരണം അവന്റെ കൂടെ നിൽക്കുന്നവരാണ്, അവന്റെ പ്രിയപ്പെട്ട സിയോണും ബാക്കിയുള്ള സ്റ്റാഫ്സും. ഒപ്പം തന്നെ തേയുടെ ഫാമിലി, അതായത് അമ്മ, സിയോന്റെ മുത്തശ്ശി, അനിയൻ, തേയുടെ ഫ്രണ്ടായ നാം, അവന്റെ വൈഫായ മിൻഹ, അവന്റെ അമ്മ, അങ്ങനെ എല്ലാവരും ഹാപ്പിയായി അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഡ്രാമ അവസാനിക്കുന്നത്. വളരെ കഷ്ടപ്പാടിൽ നിന്ന് എങ്ങനെയാണ് ഇവർ മുന്നോട്ട് വന്നതെന്ന് മനോഹരമായി കാണിച്ച ഈ ഒരു ഡ്രാമ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.